സെബീന എന്ന് പറയുന്ന ലക്ഷ്മിപ്രിയ, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ നടിയെ നിങ്ങളിൽ പലർക്കും സുപരിചിതമായിരിക്കും. ഇവര് ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ, അതില് ഇവർ പറഞ്ഞു വെക്കുന്ന ചില വാക്കുകളുണ്ട്. ഖുർആന് ഞാൻ ഓതിയിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല, അതെനിക്ക് വഴങ്ങിയിട്ടുമില്ല എന്നൊക്കെ. അത് മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് മതം മാറിയപ്പോൾ പുതിയൊരു വസ്ത്രം ധരിച്ച ഒരു ഫീൽ എനിക്ക് കിട്ടി എന്നൊക്കെ ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനോരമയിൽ ഒരു പോസ്റ്റർ കണ്ടു. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ നടി എത്രത്തോളം ഫേമസ് ആണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അല്ലേ? ഈ നടിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ആ ഒരു പോസ്റ്ററിന്റെ കമന്റ് ബോക്സ് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അതിൽ തന്നെ പച്ചയായിട്ട് പല ആളുകളും എഴുതിയിട്ടുണ്ട്. മനോരമയുടെ ആ ഒരു പോസ്റ്ററിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, റീച്ചിന് വേണ്ടിയിട്ട്, അതായത് 4 ആളുകളുടെ മുമ്പിൽ ഒന്നുകൂടി അറിയപ്പെടണം, ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും എടുത്തുപയോഗിക്കാറുള്ള ഒരു കാര്യം, അത് ഇസ്ലാം വിരോധമാണ്. ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഓക്കെ, ശരിയാണ്, ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, പക്ഷേ അവരൊക്കെ ഇസ്ലാമിനെ എങ്ങനെ കുറ്റം പറയാറുണ്ടോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ പറ്റൂല. ഇവരുടെ മാതാവിന്റെ ഭാഗത്തു കൂടിയുള്ള ഫാമിലി, അവര് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ പിതാവിന്റെ ഭാഗത്തു കൂടിയുള്ള ആളുകൾ പുരോഗമനവാദികളാണ് എന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഇവർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ കേൾവിയെങ്കിലും ഉണ്ടാകും, പക്ഷേ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മോശപ്പെട്ട ഒരു മതമാണ് എന്ന് ചിത്രീകരിക്കലാണ് പല ആളുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ആളുകൾക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളത് 1000 നല്ല കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ ഒരു പ്രതിഭയുണ്ട്, കമല സുരയ്യ. മാധവിക്കുട്ടി എന്നായിരുന്നു അവരുടെ ആദ്യ പേര്. അവർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഒരു കാട്ടുജന്തുവിനെ പോലെ ദുസ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്നെ സംയമനം പഠിപ്പിക്കാൻ ഒരു പുതിയ മതം വേണം, പുതിയ ജീവിതശൈലി വേണം. അതായിരുന്നു ഇസ്ലാം. കണ്ടല്ലോ നിങ്ങൾ, ഇസ്ലാം എന്താണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പോലും ശ്രമിക്കാതെ ഇസ്ലാമിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ ഇസ്ലാമിനെ വീണ്ടും വീണ്ടും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇവരെ പല ആളുകളും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ പ്രഥമയാൽ പല ആളുകൾക്കും കൃത്യമായിട്ടറിയാം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്ന്. അത് ആ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ മേത്ത് തന്നെയാണ് ചളി വാരി തേക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജീവിച്ചോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ അത് ഈ റീച്ചൊക്കെ പോകുമ്പോൾ ഇസ്ലാമിനെ അവിടെ എടുത്തിടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.